വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താ? സ്കൂളത്തെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിരത്തി വെച്ചിട്ടുണ്ട്. അയ്യോ സോറി, ഇന്റെ സൈഡ് ഇതാണ്. നിങ്ങളെല്ലാരും നിങ്ങളെ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ആയില്ലേ? ഞങ്ങളും സെറ്റാണ്. സെറ്റ് വീഡിയോ എന്ത് ചെയ്യണോ? ഫുൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ലൈക്ക് ചെയ്തേ പറ്റൂ, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണ്ട, എല്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. നാളെയാണ് ജൂൺ 2. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ചട്ട ഇട്ടിട്ടില്ല, ബുക്ക് ഒതുങ്ങിയിട്ടില്ല, അങ്ങനെ ഒരു പരിപാടിയും ഞങ്ങൾ ചെയ്തിട്ടില്ല. ബുക്ക് ഇരിക്കണേ, ഇത് മൊത്തം മരോടാവും. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ കാണിച്ചുതരാം. കമോൺ. എന്റെ ആഗ്രഹം അത് 3 കൊല്ലം പറഞ്ഞിരുന്നു. ഈ 3 കൊല്ലമായിട്ടും ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും വാങ്ങാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പൊ ഇത് വാങ്ങി തന്ന്, അതൊരു സ്പെഷ്യൽ സാധനമാണ്. എന്താന്ന് വെച്ചാ ഈ ട്രോളി ബാഗ്. എനിക്ക് ഇഷ്ടമുള്ള ട്രോളി ബാഗ് ആണ് വാങ്ങി തന്ന മെയ്ഡിന്റെ. ഇതാണ് എന്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ സാധനം ബാഗ്. ഞാൻ ഒരിക്കൽ കാണിച്ചിട്ട് ഭയങ്കര ഇഷ്ടാണ്. ഇത് സ്റ്റാൻഡ് ആക്കാനുള്ള സാധനം ഉണ്ടാവും. പിന്നെ ഓൾക്ക് ഇത് തോളിലിടാ, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ ഓടുമ്പോ വിൽക്കാൻ വേണ്ടിട്ടിരിക്കാൻ ഇവിടെ ഒരു സ്ട്രാപ്പ്, അതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതൊരു മെർമെയ്ഡിന്റെ ആണല്ലേ? അതെ. അതില് പെൻസിലോ പൗച്ചോ എന്തെങ്കിലും ഉണ്ട് അതിലിട്ടാ. അടുത്ത ഞാൻ കാണിച്ചു തരാം. പോയിക്കോ. യൂണിഫോം ലാസ്റ്റ് ഔട്ടാ കാണിച്ചു തരാം. പിന്നെ വേറെ സാധനങ്ങളാണ്. കിറ്റ് ഗൈസ്, ഒക്കെ കൂടി മാച്ച് കളർ ആയിട്ടാണ് ഞാൻ എടുത്തത് ഗൈസ്. ഈ കിറ്റ് ഞാൻ പിങ്ക് കളർ നോക്കിട്ടാട്ടാ ഗൈസ് എടുത്തത്. കിറ്റ് നല്ല ഇഷ്ടായിട്ടാ. ഇവിടെ എന്താ ഇതേപോലെ വായിക്കാൻ അറിയില്ല കേട്ടാ ഗൈസ്. അപ്പൊ അക്കാര്യം വായിക്കാം. അപ്പൊ ഗൈസ് കിറ്റ് ആണ് ഉള്ളു, നോക്കിക്കോ. ആരും വലിയൊരു ആഗ്രഹം എൽസയുടെ ഈ ബ്ലൂ പിങ്കും കൂട്ടിയുള്ള എൽസയുടെ ഈ പൗച്ച് വാങ്ങാന്നുള്ളത്. എനിക്ക് എൽസയുടെ സാധനങ്ങളുടെ ആഗ്രഹമാണ്. പക്ഷെ എവിടെ നോക്കിയാലും ചിലപ്പോഴല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൂടി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പൗച്ച് നല്ല ഇഷ്ടമായി, ഒക്കെ കൂടി നല്ല ഇഷ്ടമാണ്. ഇത് കീച്ചൻ, നല്ല ക്യൂട്ട് കീച്ചൻ കണ്ട, ഇതില് ബണ്ണി കുട്ടി. അപ്പൊ ഗൈസ് ഇതൊക്കെ നല്ല ഇഷ്ടമായി. കൂടെ ലൗച്ചിനുണ്ട് കേട്ടോ. അതില് ഫ്രീ കിട്ടുമ്പോ ഇളക്കി കളിക്കാം ഗൈസ്. അപ്പൊ ഗൈസ് ഇത് നല്ല ഇഷ്ടമായി. ഇത് ആണ് എൻ്റെ വാട്ടർ ബോട്ടിൽ ബൊമ്മക്കുട്ടി ഗൈസ്. ബൊമ്മക്കുട്ടി കണ്ണാടി വെച്ചിരിക്കുന്നത് ഗൈസ്. അപ്പൊ ഇതിനൊരു ലോക്ക് ഉണ്ട്, അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇത് ഫിംഗർ വെച്ചിട്ടാട്ടോ തുറക്കണത് ഗൈസ്. അപ്പൊ ഈ ലോക്ക് ഇങ്ങനെ ആക്കിയാൽ തുടരൂല, പക്ഷെ ഇങ്ങനെ ആക്കിയാൽ തുടരും. ഇതൊക്കെ നല്ല ഓട്ടുണ്ട് ഗൈസ്. ഈ സാധനം കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. കൊട ഗൈസ്, കൊട ഞാന് നോക്കി വാങ്ങിച്ചതാട്ടാ. ഞാൻ വിദ്യാർത്ഥി കാണിച്ചു തരാം. അപ്പൊ ഗൈസ് തുറക്കാൻ പോവാ. 3, 2, 1 സ്റ്റാർട്ട്. ഗൈസ് ഞാൻ മെർമെയ്ഡിന്റെ കൊട നോക്കി വാങ്ങിച്ചതാ. ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് നല്ല വെളിച്ചം കാണുമ്പോ ശരിക്കും ഈ മെയ്മെയ്ഡ് വായി തന്നെ ഉണ്ട്. മെയ്മെയ്ഡിനെ ഇഷ്ടമായിട്ടാ വാങ്ങിച്ചതാട്ടോ. ഇനിയിപ്പൊ കൂടുതൽ തന്ന മെയ്മെയ്ഡിന്റെ കേട്ടാ. ബാഗും കൊടി സെയിം മെയ്മെയ്ഡിന്റെ. പിന്നെ വള്ളി ഇവിടെ കണ്ണും കണ്ടൂടാ. ഇങ്ങനെ എപ്പടിയിടേ. അടുത്ത കളിക്കാൻ പോണതാണ് ചെരുപ്പ്. ഞാൻ ഹീൽ ചെരുപ്പ് നോക്കി വാങ്ങിച്ചതാണ്.
ഷൂസ് കാൽമുട്ട് കാണിച്ചു തരാം. നാളെ കാണിച്ചാൽ മതി. ഇപ്പൊ തന്നെ കാണിക്കാൻ പറ്റും. അമ്മേ യൂണിഫോം മാത്രം. ഷോക്ക് ഷോക്സാ സോക്സാ? സോറി യൂണിഫോം. യൂണിഫോം ശരിക്കും പറഞ്ഞ ബാക്കിയല്ല യൂണിഫോം. ഇത് മാത്രം ഷർട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. കുറെ ഷർട്ട് ഇതൊന്നും അല്ല വേണ്ടത്. കളർ ചേഞ്ച് അല്ലല്ലോ, പക്ഷെ ഷർട്ട് കളർ ചേഞ്ച് അല്ലേ. അപ്പൊ ആദ്യം വള്ളയാണ് മെയിൻ ഇട്ട് ഗൈസ്. പക്ഷെ ചളിയാക്കാതെ കൊണ്ടുവരണം ഗൈസ്. അമ്മ അപ്പൊ ഇതിന്റെ ഒക്കെ കഴിഞ്ഞ് അടുത്തത് അഫാഫക്കാണ്. അഫാഫക്കാടെ കാണുമ്പോ മനസ്സിലാവുമല്ലോ എത്ര ബ്ലാക്ക് സാധനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാലോ. അപ്പൊ ഇനി ഇന്റെ സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഇന്റെ ബാഗാണ്. ഒരു സാധാ ടൈപ്പ് നോർമൽ സഫാരിയുടെ ഒരു ബാഗ് ഉണ്ട്. കണ്ട ഒരു ജാതി ബാഗ്. പിന്നെ അന്റെ പോലെ ഇതിങ്ങനെ ഉട്ടിക്കൊണ്ട് നടക്കാം. ഗൾഫിൽ പോവല്ലേ ഞാന്. അപ്പൊ ഇനി ഇന്റെ കിറ്റാണ്. ഇതും ബ്ലാക്ക് ആണ്. പിന്നുള്ളത് ഇതിന്റെ വാട്ടർ ബോട്ടിലാണ്. ഈ വാട്ടർ ബോട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ എല്ലാവരും ഒന്ന് വാങ്ങുമ്പോ ഇക്ക് ബുദ്ധികളുണ്ട്. ഇത് ലോക്കുണ്ട്, അതിന്റെ പുറത്ത് ലോക്കുണ്ട്. ജീം ഭൂഭ ജീം ഡമാക്ക് ഡം ഡം. അത് മതി. അടുത്ത കുപ്പി ഇത് 1 ലിറ്റർ, ഇത് 2 ലിറ്റർ. ഈ അതവിടെ വെക്കട്ടെ. ജീം ഡമാക്ക് ഡം. ഇതും തുറന്ന് 1 ലിറ്റർ കുപ്പി 300 ml കുപ്പി. 1 ലിറ്റർ, 2 ലിറ്റർ, 300 ml. അങ്ങനെ 3 തരം കുപ്പിക്കുണ്ട്. ഇതാണ് ഞാൻ വെള്ളക്കുപ്പി കളക്ഷൻസ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ താറ്റി കറക്കിട്ടെ. അപ്പൊ ഞാൻ അടുത്തതാണ് എന്റെ ഷൂസ്. ഒരു സ്കൂൾ ഷൂസ് എന്ന് പ്രത്യേകം പറയാനില്ല, എന്നാലും സ്കൂൾ മോഡൽ ഷൂസ്. ഇനി എന്റെ യൂണിഫോം ആണ്. അതിന്റെ ബെൽറ്റ് അബ്ദനി ഇന്റെ ഒരേ സെയിം ബെൽറ്റ് ആണ്. കളറ് പാൻറ്റുമായിട്ട് അത്ര വലിയ മാച്ച് ഉണ്ടല്ലേ. പാൻറ്റുമായിട്ട് മാച്ച് ഉണ്ട്. ഇതാണ് എൻ്റെ സ്കൂൾ യൂണിഫോം. ഒരു ലൈറ്റ് വയലറ്റിന്റെ കൂടെ വെള്ള വര സീബ്ര പോലെ. സീബ്രക്ക് ബ്ലാക്ക് അല്ലേ. ഇനി എന്റെ ബുക്സ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ബുക്സ് ആണ്. ഓള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. ഓളുടെ ബുക്കിനെ കാട്ടി 2 ഇരട്ടി ബുക്ക് ഇന്റെ അടുത്തുണ്ട്. എന്റെ ടിഫിൻ ബോക്സ് ആണ് ഈ കാണുന്നത്. ഈ സൈഡ് ആ യെല്ലോ സ്നാക്സ് ബോക്സ് ഉള്ള സ്നാക്സ് ബോക്സ് ഒന്നും കൊണ്ടുപോയില്ല, എന്നാലും അങ്ങനെ അപ്പുറത്തുള്ളത് ഓൾഡ് കേട്ടോ. അത് പറഞ്ഞില്ലെങ്കിൽ അടിയോ. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ വാങ്ങിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ. ഞങ്ങൾ നാളെ രാവിലെ സ്കൂളിലേക്ക് പോണതും കൂടി ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഞങ്ങള് നേരത്തെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് ലേറ്റ് ആയില്ലേ. കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഇനി ഞങ്ങൾ വേഗം എടുക്കട്ടെ. നാളെ രാവിലെ നേരത്തെ ഇരിക്കാനാണ്. ഉമ്മമാന്റെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് അബ്ദന്റെ ഡയറിന്നാണ് തുടക്കം. ഉമ്മ ഇപ്പൊ എത്രയൊക്കെ ലേറ്റ് ആയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുന്നേ ചട്ടിട്ട് വെക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ 2 ദിവസം മുന്നേ ചട്ടിട്ട് വെക്കാറുള്ളൂ. സാധാരണ എല്ലാരും പുസ്തകം കിട്ടിയോടെ ചട്ടിട്ട് വെക്കാറുണ്ട്. അത് വേറൊരു സത്യം. അപ്പൊ നമ്മള് ഈ 2 ദിവസം നല്ല തിരക്കായിരുന്നു. ഞാൻ നല്ല ബിസിയായിരുന്നു. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഡയറി. അതിലിടക്ക് ഇപ്പൊ ഒന്ന് മോഹിപ്പിച്ചിരുന്നു ഇങ്ങനെ ഞാൻ ചട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചു. ഉപ്പ മുങ്ങിയില്ലേ? ഇപ്പൊ മുങ്ങിയതൊന്നല്ല, ഉപ്പാക്ക് നല്ല ബിസി ആയിരുന്നു. അങ്ങനെ വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രീ ടൈം അങ്ങനെ കിട്ടിയിട്ടില്ല. മുങ്ങി എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഇനി ആവശ്യം വരും. അതെ. അപ്പൊ അതുകൊണ്ട് ഓക്കെ, ഞങ്ങൾ ഇനി വേഗം കിടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് നാളത്തെ രാവിലത്തെ ഞങ്ങൾ പോകുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. അബ്ദക്ക് ട്രോളി ബാഗ് വാങ്ങിക്കൊടുക്കണ്ടെന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തീരുമാനം. ആ കാര്യം അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് ഞാൻ അവളെ അറിയാതെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തായാലും അവൾക്ക് ട്രോളി ബാഗ് വാങ്ങിക്കൊടുക്കണമെന്ന്. റിനു മാമാക്ക് ഒക്കെ വാങ്ങിയിട്ട് ബാഗൊക്കെ കേടന്ന് സൂക്ഷിച്ച് നടന്നാ മതി. ട്രോളി ബാഗ് കേടന്നിട്ടില്ല. ഇതുവരെ കിട്ടും.
ഉമ്മ ഇതാ വാങ്ങി കൊടുക്കണ്ട എന്താ അറിയോ? കാരണം ഞാൻ പഠിക്കുമ്പോണ്ടല്ലോ ഒരു കുട്ടിക്ക് ഒരു ട്രോളി ബാഗ് കൊടുത്ത് വിചാരിച്ചോ, മറ്റേ കുട്ടിന്റെ അടുത്ത് വേറെ അടിപൊളി പേഴ്സ് ഉണ്ട് വിചാരിച്ചോ. ഇത് രണ്ടും കാണുമ്പോ ബാക്കി കുട്ടികൾക്ക് ഫീൽ ആവും. എടിന്റെ അഭിപ്രായം പറയണ്ടേ? ട്രോളി ബാഗിനോട് ഉദ്ദേശം എന്താ? കുട്ടി കൊണ്ടതാ ഓൾക്ക് അത്ര നടക്കണ്ട. അതിന്റെ എന്തുകൊണ്ടാ ഈ വേണമെന്ന് അറിയാൻ കാരണം എന്താ? എന്തിനാണ് ഇഷ്ടം? ഉരുട്ടി കളിക്കാൻ വേറെ എന്തിനാണ്? പോരാത്തതിന് ബാക്കിയുള്ള കുട്ടികൾക്ക് ഇത് തലക്ക് പിടിക്കും. പിന്നെ ബാക്കിയുള്ള കുട്ടികളും പാരന്റ്സിനെ പ്രഷർ ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം? നമ്മളൊരു ബാഗ് പറയുമ്പോ തോളത്തിട്ടിട്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോ നമുക്കൊരു രസാണ്. എനിക്ക് ഉരുട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ സൈക്കിള് തരാം. മുട്ടി കൊണ്ടുപോകും. ഇന്റെ പൊന്നാരം ട്രോളി ബാഗിന് ആകണ്ട രണ്ട് പ്രത്യേകതകളാ. ഒന്ന് വലിയൊരു ബാർബിന് ചിത്രം ഉണ്ടാവും പെണ്ണുങ്ങൾക്കാണെങ്കിൽ, പിന്നെ രണ്ട് ചക്രം ഉണ്ടാവും. ഇതിലത് വേറെ എന്ത് ഉപയോഗം? ഓർക്ക് അത്രക്ക് ബുക്ക് ഉണ്ടാവണ്ട. ഓടെ ബുക്ക് വാങ്ങി. പക്ഷെ നമ്മള് ചെറുത് നോക്കിട്ട് വാങ്ങുള്ളൂ വാങ്ങാണെങ്കിൽ. ആ ഓക്കെ അങ്ങനെ ചോദിച്ചോ. ആ ബാഗ് ആ ചക്രം ഒടിഞ്ഞാ തീർന്ന്. അമീസിന്റെ സ്കൂട്ടി ഇല്ലേ ആ ഇങ്ങനെ നിരക്കി ഓടിക്കണ, അതിന്റെ ഉള്ളിൽ ആ ഇങ്ങനെ കിടന്ന എന്റെ ചക്രം മുടി കയറിയിട്ട് ഇത് സ്കൂളിലേക്കാണ് ഉരുട്ടി കൊണ്ടുപോകണം. പെണ്ണെ ചളി ഉണ്ടാവും, പേപ്പർ ഉണ്ടാവും, ഒക്കെ കുടുങ്ങൂടി. അറിയാലോ ടയറ് സാധാ മറ്റേ കാറിന്റെ ടയറിലല്ലോ ഇത് സാധാ പ്ലാസ്റ്റിക് ടയറല്ല. അതിന്റെ ഇടയിൽ ഇത് കുടുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റൂല. അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ. ഞാൻ പറഞ്ഞേ ഒരു കുട്ടി ട്രോളി ബാഗ് വാങ്ങിയപ്പോഴാണ് ഇപ്പോഴത്തെ ട്രോളി ബാഗ് സാധനം കളിക്കറി. അങ്ങനത്തെ ടൈപ്പ് വാങ്ങിയാ മതിയല്ലോ. അതിനെക്കാട്ടിയല്ലേ തോളി വിടണമെന്നല്ലേ. പിന്നെ അപ്പൊ നമ്മൾ ഇന്ന് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാ ഇവൾക്കൊരു സാധനം തല കയറുന്ന അറിയോ? ഒരുപാട് നേരം പറഞ്ഞു, ഒരുപാട് നേരം വാശി പിടിച്ച എന്തും കിട്ടും എന്നുള്ളത്. എടാ ഓള് 3 കൊല്ലായി പറയണേ. ആ എന്തുകൊണ്ട് അതിനത് ഉപയോഗം? 3 കൊല്ലം വാങ്ങി കൊടുത്തിട്ടില്ല. 3 കൊല്ലം വാങ്ങിക്കൊടുത്തില്ല. LKG വാങ്ങിക്കൊടുത്തില്ല, UKG വാങ്ങിക്കൊടുത്തില്ല, LKG 2 വട്ടിരുന്നു അപ്പോഴും വാങ്ങിക്കൊടുത്തില്ല. എന്താ പറയാ 4ാമത്തെ കൊല്ല. അപ്പൊ പെട്ടെന്ന് കിട്ടുന്നുള്ള ഒരു ധാരണ ഒന്നും ഓൾക്ക് വരൂല. പക്ഷെ വേറെ കാര്യണ്ട്, ഈ ടയർ കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? എങ്ങനെ പോയാലും പഠിക്കാൻ തന്നെയല്ലേ പോണേ. അതൊക്കെ സ്കൂൾ അത് 2 മാസം കഴിയുമ്പോ ചക്രം ഓടി കഴിഞ്ഞാൽ ഇവൾക്ക് വിഷമാവും. പിന്നെ ചക്രം ഊരിച്ചിട്ട് പിന്നെ സാധാ ബാഗ് പോലെ കൊണ്ടോണ്ടി വരും. അതിനെക്കാട്ടിൽ ഫസ്റ്റ് നല്ലൊരു ബാഗ് വാങ്ങി കഴിഞ്ഞാൽ അത്ര എന്റെ ബാർബിനെ മറ്റേ മറിക്കണ ബാഗ് ഉണ്ട്, റെയിൻബോ കളറുള്ള ബാഗ്, അങ്ങനത്തെ ബാഗ് വരാനോ. ഇതിങ്ങനെ ഉരുട്ടി നടക്കണം എന്തുകൊണ്ടാ? ആ ഷോമനിസാണ്. എല്ലാരും ഇപ്പൊ നമ്മളോട് പറഞ്ഞ് നമ്മൾ കേക്കണ്ടേ? അതല്ല മറ്റുള്ളവര് അതല്ല അതാ അത് ഭയങ്കര വെയിറ്റ് കാര്യനെ കൊണ്ട് നടക്കൂലേ. പക്ഷെ ഞാൻ വാങ്ങി തരും അതൊക്കെ വാങ്ങിക്കൊടുക്കും. അനിയച്ചിമാരായ അത്ര കുറപ്പ നമ്മളെ പൈസ ഉണ്ടാവും. നല്ല വിലയിടി, നല്ല വിലയിടി. ആ ഇത്ര 700-800 ഉണ്ടാവുള്ളൂ അജുദ്ദേശ ബാർബിന്. പക്ഷെ ഈ ട്രോളി ബാഗിനാണെങ്കിൽ 1800, 2800, 3800 പറഞ്ഞ 1000 കൂടും. ഒരു പൂജ കൂടും. പൂജ കൂടുക കാരണം 3ന്റെ പൈസ കൂടും, പുറത്ത് കൂടും. അതൊരു പ്രശ്നമാണ്. ഒന്നാമത്തത് മരിച്ചു കളിക്കണ ബാഗ് വേണം. എന്ത് ബാഗ്? മരിച്ചടിക്കണ്ട. അത് നല്ല വില കുറവ് കിട്ടും. അത് വേണം. പിന്നെ കയ്യില് കോഴ്സ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ട്രോളി ബാഗ് വേണ്ട. ട്രോളി ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്താ ഈ ട്രോളി ബാഗ് വേണ്ട പറയാൻ കാരണം? എനിക്ക് 3ാം ക്ലാസ്സിലും മതി. 3ാം ക്ലാസ്സിലാകുമ്പോ ട്രോളി ബാഗ് മതി. അല്ല ഈ എന്താ ഇപ്പൊ വേണ്ട പറയാൻ കാരണം? വില കൂടിയോണ്ട്. വില കൂടിയുണ്ടോ? കുറയുമ്പോ ഞാൻ വാങ്ങും.
അവിടെ പോയിട്ട് വാശി പിടിക്കരുത് കേട്ടോ. ട്രോളി ബാഗ് വേണം പറഞ്ഞിട്ട് വാശി പിടിക്കരുത്. വില കൂടിയതുകൊണ്ടാണ്. എന്തെങ്കിലും വില കുറയുകയാണെങ്കിൽ വാങ്ങി തരട്ടാ. അപ്പോ വില കുറയുമ്പോ വാങ്ങി തരണ്ട്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ, നമുക്ക് നല്ലൊരു ഇവരുടെ സ്കൂൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് തിരൂരത്തെ ഗൾഫ് മാർക്കറ്റിലേക്കാണ്. അവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും കൂടി ഒന്നിച്ച് വാങ്ങാനും പറ്റും. ചെറിയ രീതിയിലുള്ള ഒരു വിലക്കുറവ് ഉണ്ടാവും. ഇവിടെ അന്വേഷിച്ച സമയത്ത് ട്രോളി ബാഗിന് നല്ല റേറ്റ് ആയിരുന്നു. 1-2 കടകളിൽ മാത്രമേ ട്രോളി ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. പഠിക്കണ്ടേ, പരീക്ഷല്ലേ, കുട്ടികൾ പഠിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ഞാൻ പഠിക്കണ്ടല്ലോ. അപ്പൊ ഇതും അതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? രണ്ടേ മറ്റേതൊക്കെ അല്ലേ. മാർക്കറ്റിനകത്ത് ചുരുക്കം ചില കടകളിൽ മാത്രമേ ഈ ട്രോളി ബാഗ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടാണ് ഇത് കിട്ടിയത്. പക്ഷെ അവളെ സൈസിനനുസരിച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. വാങ്ങിച്ച കൊടയാണ്. ഒന്നും നോക്കിക്ക, ഒരു പൂച്ച അടിയിലാണെങ്കിലോ പല്ലി. കംപ്ലൈന്റ് ഉണ്ട് മോളെ. മെർമിഡിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് 500 കറക്റ്റ് അറിഞ്ഞു. 500 കറക്റ്റ്. എന്നാ ഇതെടുത്താ പോരെ? നീ എത്ര ചോദിച്ചത്? അത് മതി അതൊക്കെ. കഴിഞ്ഞ വർഷത്തെ ടിഫിൻ ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. ബാക്കിയുള്ള ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിയുള്ളത്. ഞങ്ങൾ അവിടുന്ന് പുറത്ത് കടന്നതിന് ശേഷം ബൈപ്പാസ് റോഡിലുള്ള ഒരു കടയിൽ നിന്നാണ് പിന്നെ ട്രോളി ബാഗ് കിട്ടിയത്. ഫോട്ടോ കാണിച്ചാ, പൊക്കി കാണിച്ചാ, മാറിക്ക്. അമ്മാക്ക ഇതോ ഹാപ്പിയാണോ? ഇപ്പൊ ഗൈസ് ഞങ്ങളിതാ ബുക്കിന് ചട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പോവാണ്, ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. ഞങ്ങളെല്ലാരും കഴിഞ്ഞിട്ടുണ്ട്. ലബ്ദ, അപ്പൊ ഇനി ഞങ്ങൾ ഇനി സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുള്ളൂ അല്ലേ? അപ്പൊ എല്ലാവർക്കും, ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും, ആദ്യം സ്കൂളിൽ പോകണ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. ടാറ്റ. അപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോവാണ്. ഞാൻ കിറ്റ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.